കോഴിക്കോട് വില്യാപ്പള്ളിയിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് CPM പ്രവർത്തകന്റെ കൈപ്പത്തി തകർന്നു. ഗുരുതര പരിക്കേറ്റ മനംതല സ്വദേശി യദുദേവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ബോംബ് നിർമ്മാണത്തിനിടെയാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്ന് UDF ആരോപിച്ചു. പ്രദേശത്ത് UDF പ്രതിഷേധ പ്രകടനം നടത്തി. എന്നാൽ പടക്കം പൊട്ടിച്ചതിനിടെയാണ് അപകടമെന്ന് പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി സലാം മുഹമ്മദ് ചേരുന്നുണ്ട്. സലാം, ഇത് എന്താണെന്ന് കൃത്യമായ ഒരു വിവരം ലഭിക്കുന്നുണ്ടോ? കോൺഗ്രസുകാരുടെ ആരോപണം എന്താണ്? ഹരിഗോവിന്ദ്, പോലീസ് പറയുന്നത് പടക്കം പൊട്ടിക്കുന്നതിനിടെയുണ്ടായ അപകടമെന്നാണ്. എന്നാൽ UDF ഇപ്പോൾ പ്രതിഷേധ പ്രകടനവുമായി രംഗത്തെത്തിയിരിക്കുന്നു. UDFന്റെ ആരോപണം എന്ന് പറയുന്നത് ഇവിടെ ഈ പ്രദേശത്ത് സമാന രീതിയിലുള്ള നേരത്തെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ച KS നേതാവിന്റെ വീടിന് നേരെ ബോംബേർ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെടുത്തിയാണ് UDF ആരോപിക്കുന്നത്. UDF പറയുന്നത് ഇവിടെ ബോംബ് നിർമ്മാണം വലിയ രീതിയിൽ നടക്കുന്നത് വില്യാപ്പള്ളി മേഖലയിലൊക്കെ തന്നെ CPM നേതൃത്വത്തിലാണ് ബോംബ് നിർമ്മാണം നടക്കുന്നത്. അങ്ങനെ ബോംബ് നിർമ്മിക്കുന്നതിനിടെ വടകരയുടെ പ്രാന്തപ്രദേശങ്ങളില് വലിയ അർത്ഥത്തിൽ വലിയ രീതിയിൽ ഒരു വർഗീയ കലാപം, ഒരു രാഷ്ട്രീയ കലാപം, ഒരു കമ്മ്യൂണൽ വയലൻസിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ CPM ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കണ്ണൂരിൽ വെച്ച് കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധം മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം നടന്നു അല്ലേ, കരിങ്കൊടി പ്രതിഷേധം. ആ കരിങ്കൊടി പ്രതിഷേധത്തിന് തൊട്ടു പിന്നാലെ ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത KSU പ്രവർത്തകൻ്റെ വീട്ടിന് നേരെ ആക്രമണമുണ്ടായി. അതേ സ്ഥലത്ത് വീണ്ടും ബോംബ് നിർമ്മാണത്തിനിടെ ബോംബ് അബദ്ധത്തിൽ പൊട്ടി കൈപ്പത്തി തകർന്നിരിക്കുകയാണ് നല്ല ഒന്നാം തരം സഖാവിൻ്റെ. നിങ്ങളൊന്ന് ആലോചിക്കണം, സഖാവ് എന്താ പറയുന്നതെന്ന് അറിയാമോ? ഞാൻ കറകളഞ്ഞ സഖാവാണ്. അതുകൊണ്ട് തന്നെ കറകളഞ്ഞ സഖാവായ എനിക്ക് കോൺഗ്രസിൻ്റെ ചിഹ്നം വേണ്ട എന്ന് പറഞ്ഞാൽ, കൈപ്പത്തിയാണല്ലോ കോൺഗ്രസിൻ്റെ ചിഹ്നം. ആ കോൺഗ്രസിൻ്റെ ചിഹ്നം തനിക്ക് ഒരു രീതിയിലും തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടും ആ കോൺഗ്രസിൻ്റെ ചിഹ്നം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ബോംബിട്ട് തൻ്റെ സ്വന്തം കൈ തകർത്തിരിക്കുന്നത്. ഇവിടെ സഖാവ് പറഞ്ഞതോ സഖാവിൻ്റെ പ്രവൃത്തിയോ ഒന്നുമല്ല വിഷയം. മറിച്ച് വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ പെടുന്ന കുറ്റ്യാടി, നാദാപുരം, വടകര, പേരാമ്പ്ര, കൊയിലാണ്ടി, തലശ്ശേരി, കൂത്തുപറമ്പ് ഈ പ്രദേശങ്ങളിലൊക്കെ വലിയ അർത്ഥത്തിൽ ഷാഫി പറമ്പിലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ, ഷാഫി പറമ്പിലിനെ ലക്ഷ്യം വെക്കുക എന്ന് പറഞ്ഞാൽ അയാളെ കായികമായി നേരിടാൻ തന്നെ ഉറച്ച് തീരുമാനിച്ച്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന വടകരയുടെ മണ്ണിലും കണ്ണൂരിൻ്റെ മണ്ണിലും കോഴിക്കോടിൻ്റെ മറ്റുള്ള പ്രദേശങ്ങളിലുമൊക്കെ ഷാഫി ഉണ്ടാക്കുന്ന ഒരു ഓളമുണ്ട്. വടകര ആവർത്തിക്കപ്പെടുകയാണെന്ന് പലരും വിലയിരുത്തുന്ന ഒരു പ്രവർത്തനം, ഒരു പ്രചരണ രീതി ഷാഫിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അക്രമത്തിൻ്റെ പാതയിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള സന്നാഹങ്ങൾ ഇവർ ഒരുക്കി തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തിനാണ് ബോംബ്? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തിനാണ് വടിവാള്? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മാരകായുധങ്ങൾ? രാഷ്ട്രീയ പ്രവർത്തനമല്ലേ നടത്തുന്നത്? പൊതുപ്രവർത്തനമല്ലേ നടത്തുന്നത്? നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ പ്രവർത്തിക്കുന്നത്? അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തിനാണ് ഇത്തരത്തിലുള്ള മാരകായുധങ്ങളുടെ ആവശ്യം? എന്താണ്? എന്തിനു വേണ്ടിയാണ് ഈ മാരകായുധങ്ങൾ വെക്കുന്നത്? എന്തിനാണത് നിർമ്മിക്കുന്നത്? ലക്ഷ്യങ്ങൾ പലതുമുണ്ട്. ഈ പ്രദേശം എന്ന് പറയുന്നത്, വടകര എന്ന് പറയുന്നത്, മക്കളെ നിങ്ങൾ ഓർക്കണം, ഇത് ഒഞ്ചിയത്തിൻ്റെ മണ്ണാണ്. TPA 56 വെട്ടി വീഴ്ത്തിയ TPയുടെ രക്തം വീണ വടകരയുടെ മണ്ണ്. ആ വടകരയുടെ മണ്ണിലെ TPA വെട്ടാൻ തീരുമാനിച്ചതിൻ്റെ കാരണം എന്തായിരുന്നു? TP ഒന്നാം തരം സഖാവല്ലായിരുന്നോ? ആ TPയെ വെട്ടി വീഴ്ത്താനുള്ള കാരണം എന്താ? കാലിനടിയിലെ മണ്ണൊലിച്ചു പോയി തുടങ്ങിയപ്പോഴാണ് TPയെ വെട്ടി വീഴ്ത്തിയത്. അതേ മണ്ണില്, ആ വടകരയുടെ മണ്ണില് ഈ പറയുന്ന TPക്ക് പകരം, അല്ലെങ്കിൽ ജനമനസ്സുകളിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഷാഫി പറമ്പിൽ മാറുകയാണ്. ഷാഫിയുടെ പ്രചരണ പരിപാടികൾ കാണുമ്പോൾ ഇവർക്ക് ഞെട്ടലുണ്ടാകുകയാണ്. കാരണം 2024 തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇവരുടെ ആരുടെ കണ്ണിൽ നിന്നും മാഞ്ഞിട്ടില്ല. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ 1,14,506 വോട്ടിനാണ് ഷാഫി പറമ്പിൽ വിജയിച്ച് കയറിയത്.
ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ഘട്ടങ്ങളിൽ സൗണ്ട് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഈ മൈക്കിൻ്റെ പെർമിഷൻ രാത്രി 10 മണി വരെയാ. അത് കഴിഞ്ഞിട്ടും ജനം ഇങ്ങനെ കാത്തിരിക്കുകയാ ഷാഫിക്ക് വേണ്ടി. കൺവെൻഷനുകളും യോഗങ്ങളും തുരുതുരാ നടന്നുകൊണ്ടിരിക്കുകയാ. രാത്രി 11 മണി, 12 മണി, 1 മണി, 2 മണി, 3 മണി, 4 മണി, അങ്ങനെ രാത്രിയെന്നോ പകലെന്നോ വിശ്രമമില്ലാതെ ജനം തുനിഞ്ഞിറങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് 1,14,506 വോട്ടിന് ഷാഫി പറമ്പിൽ വിജയിച്ച് കയറിയത്. അതേ സമാനമായ സിറ്റുവേഷൻ അതാണിപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ ഷാഫി പറമ്പിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് വടകരയിലാവട്ടെ, നാദാപുരത്താവട്ടെ, കുറ്റ്യാടിയിലാവട്ടെ, പേരാമ്പ്രയിലാവട്ടെ, കണ്ണൂരാവട്ടെ, തലശ്ശേരിയാവട്ടെ, തളിപ്പറമ്പാവട്ടെ, കൂത്തുപറമ്പാവട്ടെ, ഇനി അവിടെയും കഴിഞ്ഞ് തൃക്കരിപ്പൂരാവട്ടെ, കാസർഗോഡാവട്ടെ, മഞ്ചേശ്വരമാവട്ടെ, ആ മനുഷ്യൻ അങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പോൾ അണിയറയിൽ പല രീതിയിൽ ഷാഫിയെ ആക്രമിക്കാൻ നോക്കി ഇവർ, അല്ലേ? എല്ലാം പാളീസായി. ഏറ്റവും അവസാനം അയാളെ അപമാനിക്കാനും അധിക്ഷേപിക്കുവാനും വരെ ഇവർ തയ്യാറായി. വർഗീയവാദിയാക്കുവാനുള്ള ശ്രമമുണ്ടായി. ഒന്നും ജനങ്ങളിലേക്ക് അങ്ങ് അടുപ്പിക്കാൻ പറ്റുന്നില്ല. ജനങ്ങൾ അതിനെയൊക്കെ അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയാണ്. ഇവർ പറയുന്നതിനെ ഒന്നും ജനം ഏറ്റുപിടിക്കുന്നില്ല. അങ്ങനെ ഒരു ഘട്ടവും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടവും ഒരുമിച്ച് വരുമ്പോഴാണ് ഷാഫി ഇനി നിന്നു കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ്. കാരണം ഇത്രയും കാലം ഷാഫി ഉണ്ടായ കളമല്ല ഇപ്പോൾ ഷാഫിയുടെ തട്ടകമെന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പാലക്കാടുണ്ടായതുപോലെയല്ല ഈ വടകര, കുറ്റ്യാടി, നാദാപുരം, വില്യാപ്പള്ളി എന്ന് പറയുന്ന ഈ മേഖലകൾ. അവിടെ പാർട്ടി ഗ്രാമങ്ങളാണെന്ന്, പാർട്ടി കോട്ടകളാണെന്ന് സഖാക്കൾ അവകാശപ്പെടുന്ന ഏരിയകളാണ്. അങ്ങനത്തെ സ്ഥലങ്ങളാണ്. ആ കോട്ടകളാണ് വിള്ളൽ വീഴുന്നത്. ആ കോട്ടകളാണ് തകർന്ന് തരിപ്പണമാകുന്നത്. അവിടെ ഷാഫിയെ ഇനിയും ഇറങ്ങി നടക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് വലിയ അർത്ഥത്തിൽ തിരിച്ചടിയാകുമെന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആയുധങ്ങൾ നിർമ്മിച്ചു കൂട്ടിയിട്ട് ഒരു കലാപത്തിലൂടെ ഷാഫി പറമ്പിലിനെ വെട്ടിവീഴ്ത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. കാരണം സഖാക്കറിയാം, പേരാമ്പ്രയിലെ സംഭവം തന്നെ നിങ്ങളൊന്നെടുത്ത് പരിശോധിക്കുക. പേരാമ്പ്രയിൽ കോളേജ് യൂണിയനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDSFിൻ്റെ വിദ്യാർത്ഥികൾ വിജയിച്ച് കയറുന്നു. അത് കഴിഞ്ഞിട്ട് ആ ദിവസം പേരാമ്പ്രയുടെ മണ്ണിൽ ഇവരൊരു ആഹ്ലാദ പ്രകടനം നടത്തുന്നു, ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾ. അതിൻ്റെ പേരിൽ പോലീസ് അവരെ തടഞ്ഞ് DYFIയുടെ ക്രിമിനലുകൾക്ക് വേണ്ടി പോലീസ് അവർ പണിയെടുത്തപ്പോഴാണ് ഷാഫി പറമ്പിൽ ഇടപെട്ടത്. എന്ന് പറഞ്ഞാൽ ഈ തൻ്റെ മണ്ഡലത്തിൽ തൻ്റെ ജനങ്ങൾക്ക് നേരെ എന്തുണ്ടായാലും അതിനെ നേരിടാൻ മുൻപന്തിയിലേക്ക് ഷാഫി ഇറങ്ങി വരുമെന്നുള്ള ഉറപ്പാണ്. ആ ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു കലാപമുണ്ടാക്കി ഷാഫിയെ, ഒരു കലാപമുണ്ടാക്കിയാൽ, ഒരു പ്രശ്നമുണ്ടാക്കിയാൽ, ഒരു ക്രമസമാധാന പ്രശ്നമുണ്ടാക്കിയാൽ അതിൻ്റെ മുന്നിലേക്ക് ഷാഫി വരും. അത് വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഇവിടെ കോപ്പ് കൂട്ടുന്നത്. അപ്പോൾ ഷാഫി വന്നു കഴിഞ്ഞാൽ ഷാഫിയെ വീഴ്ത്താൻ ലക്ഷ്യം ഷാഫി പറമ്പിലാണ്. എനിക്ക് വടകരയിലെ കോൺഗ്രസിൻ്റെ UDFിൻ്റെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, ഷാഫി നിങ്ങളുടെ സ്വത്താണ്, സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. ഏത് കൊടി കെട്ടിയ സഖാവ് വന്നിട്ട് അയാളെ TPയെ വെട്ടി വീഴ്ത്തിയതുപോലെ അങ്ങ് തീർക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പാടില്ല. നേരിടേണ്ട രീതിയിൽ, കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിരിക്കണം. അവരുടെ കയ്യിൽ ബോംബുണ്ടാകുമായിരിക്കാം, അവരുടെ കയ്യിൽ പെട്രോൾ ബോംബുകൾ ഉണ്ടാകുമായിരിക്കാം, അവരുടെ കയ്യിൽ വടിവാളുകളും കടാരകളും ഉണ്ടാകുമായിരിക്കാം. പക്ഷേ ഒരുമിച്ച് നിന്നാൽ നേരിടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും UDFിൻ്റെയും പ്രവർത്തകർ മനസ്സിലാക്കണമെന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഈ കഴിഞ്ഞ മാസവും ഇതുപോലെ കണ്ണൂരിൽ നിന്ന് ഒരു വാർത്ത വന്നില്ലേ, ബോംബ് നിർമ്മാണത്തിനിടയിൽ അബദ്ധത്തിൽ ബോംബ് പൊട്ടിയിട്ട് അപകടം സംഭവിക്കുന്നത്. അത് തന്നെ ആവർത്തിക്കുകയാണ്. പക്ഷേ പിണറായി വിജയൻ്റെ പോലീസ് ഇത് പറയുന്നത് എന്താ, പടക്കം പൊട്ടിച്ചതെന്നാണ്, അല്ലേ?
നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ആരോഗ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ച KSU പ്രവർത്തകൻ ബിതുലിൻ്റെ വീടിന് നേരെ ബോംബെറിയുന്നത് നിങ്ങൾ കണ്ടില്ലേ? അതേ സെയിം പ്രദേശത്ത്, അതേ പ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ബോംബ് നിർമ്മാണത്തിനെതിരെ കൈപൊട്ടിയിരിക്കുന്നത്, ചിന്നിച്ചിതറിയിരിക്കുന്നത് കൈപ്പത്തി. അപ്പോൾ പറഞ്ഞു വരുന്നത് ലക്ഷ്യം ഷാഫിയാണ്. കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും പ്രവർത്തകരോട് പറയാനുള്ളത്, ജാഗ്രത വേണം ഷാഫിയുടെ കാര്യത്തിൽ. കാരണം അയാൾക്കൊരു കുടുംബമുണ്ട്, അയാൾക്കൊരു ഫാമിലി ഉണ്ട്, അയാൾക്ക് എല്ലാമുണ്ട്. എല്ലാം ഒഴിവാക്കിയിട്ടാണ് അയാൾ ഈ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങി വന്നിരിക്കുന്നത്. മാത്രമല്ല, രാത്രി 12 മണിയും 1 മണിയും 2 മണിയും 3 മണിയും 4 മണിയും കഴിഞ്ഞ് പ്രസ്ഥാനത്തിന് വേണ്ടി അയാൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ അയാളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഓരോ UDFകാരൻ്റെയുമാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെ. അതുകൊണ്ട് ഷാഫിയുടെ കാര്യത്തിൽ ഒരു അശ്രദ്ധക്കുറവ് അത് നമുക്കുണ്ടായിക്കൂടാ. കാരണം വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി, പദ്ധതികളോടുകൂടി തന്നെയാണ് അന്തംഗമ്യ അടിമകള്, ക്രിമിനൽ അടിമകള്, സൈബർ ക്രിമിനൽ സഖാക്കള് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പൊട്ടിക്കൈ നഷ്ടപ്പെട്ടിട്ടും ബോംബ് പൊട്ടിക്കൈ പറ്റി തകർന്നിട്ടും അത് പടക്കമാണെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിൽ പദ്ധതികൾ അങ്ങ് മുകളിൽ നിന്നുള്ളതാണ്. മുകളിൽ നിന്ന് പദ്ധതി വന്നിട്ടുണ്ടെങ്കിൽ അതൊരാളുടെ ജീവന് വേണ്ടിയുള്ള പദ്ധതിയായിരിക്കുമെന്നുള്ളത് നിങ്ങളാരും മറക്കണ്ട. അശ്രദ്ധ കാണിക്കരുത്, അലംഭാവം കാണിക്കരുത്, നമ്മൾ സില്ലിയാക്കി വിട്ട് തള്ളിക്കളയരുത്. അവജ്ഞയോടെ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. വളരെ കൃത്യമായി ജാഗ്രത പാലിക്കണം. ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ മുതലാണ്, ഈ പ്രസ്ഥാനത്തിൻ്റെ സ്വത്താണ്. അയാൾക്ക് സംരക്ഷണം ഒരുക്കേണ്ടത് നമ്മൾ ഓരോരുത്തൻ്റെയും ബാധ്യതയാണ്. മനസ്സിലായില്ലേ? കാരണം നമ്മുടെ മുമ്പിൽ TP എന്ന് പറയുന്ന ഒരു വലിയ ഉദാഹരണം നമ്മുടെ മുന്നിൽ നിൽക്കുക. ആ 2 അക്ഷരം തന്നെ ധാരാളം. നമ്മുടെ മനസ്സിൽ, മൈൻഡിൽ ഓർമ്മ വേണം. കാരണം ഒഞ്ചിയത്തിൻ്റെ മണ്ണിൽ TPയുടെ രക്തം വീട്ടിയത് ഈ CPMൻ്റെ സൈബർ കൊട്ടേഷൻ സംഘങ്ങളാണ് എന്നുള്ളത് മറക്കണ്ട. അപ്പോൾ ആ കൊട്ടേഷൻ സംഘങ്ങൾ TPയെ വീഴ്ത്തിയവർ മാത്രമേ അകത്തായിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ആളുകൾ പുറത്തുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ജാഗ്രത നമ്മൾ കാണിക്കേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇപ്പോൾ പടക്കമാണെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വലിയ പദ്ധതികൾ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് വടകരയിലെ ജനങ്ങൾ ലക്ഷ്യം ഷാഫിയാണ്. ഷാഫിയെ നേരിടാനാണ്. ഷാഫി ജനങ്ങളോടൊപ്പം ഉണ്ടാകും. എന്ത് പ്രശ്നമുണ്ടായാലും ജനങ്ങളുടെ മുന്നിൽ നിന്ന് നയിക്കാൻ അയാൾ ഉണ്ടാകും. അങ്ങനെ ഒരു ജനക്കൂട്ടത്തിലേക്ക് ആള് ഷാഫി പറമ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനിടയിൽ വെച്ച് ഷാഫിയെ തീർക്കാനാണ് ഇത്തരത്തിൽ മാരകായുധങ്ങൾ നിർമ്മിച്ച് എല്ലാ സന്നാഹങ്ങളും ഒരുക്കി വെക്കുന്നത് എന്നുള്ളത് നിങ്ങളാരും മറക്കരുത്. അതുകൊണ്ട് തന്നെ പറയുക, ഈ തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് UDFിൻ്റെതാണ്. നമ്മൾ ജയിക്കും, നമ്മൾ ഭരിക്കും, കേരളത്തെ നമ്മൾ വീണ്ടെടുക്കും. പിണറായി വിജയൻ സംഘപരിവാറിൻ്റെ കാൽ കീഴിൽ അടിയറവ് വെക്കാൻ കൊണ്ടുപോയ കേരളത്തെ നമ്മൾ തിരിച്ചു പിടിക്കും. ഇത് വരാനിരിക്കുന്ന കാലം പുതുയുഗത്തിൻ്റെയാണ്. ആ പുതുയുഗ പിറവി ഈ ഏപ്രിൽ 9 കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും തർക്കം വേണ്ട. പക്ഷേ നമ്മൾ ജാഗ്രത കാണിക്കണം. സദാസമയവും നമ്മൾ ജാഗരൂകരായിരിക്കണം എന്നുള്ളത് മാത്രമാണ്.